നമസ്കാരം. ഞാൻ സഫ്യ ടീച്ചർ. പരിസര ശുചീകരണത്തിൽ വളർത്തുമൃഗങ്ങൾക്കുള്ള പങ്ക് അതാണ് ഇന്ന് ഞാൻ വിശകലനം ചെയ്യുന്നത്. പണ്ട് നമ്മുടെ നാട്ടിൻ പുറത്ത് എല്ലാ വീടുകളും, ഒട്ടുമിക്ക വീടുകളിലും പശു, ആട്, കോഴി, താറാവ്, പട്ടി, പൂച്ച തുടങ്ങിയവയെ വളർത്തിയിരുന്നു. പിന്നെ കാർഷിക ആവശ്യങ്ങൾക്കായി കാളയും പോത്തും അതിനെയും വളർത്തിയിരുന്നു. വീട്ടിലെ ഭക്ഷണാവശിഷ്ടങ്ങളും അടുക്കള മാലിന്യങ്ങളും കോഴിയും താറാവും പൂച്ചയും പട്ടിയും കൂടി തിന്നുമ്പോൾ പുറത്തെ പറമ്പിലെ പുല്ലും ഇലയും തോലും മറ്റ് ചെറിയ കുറ്റിച്ചെടികളും എല്ലാം കന്നുകാലികൾ തിന്നത് കേൾക്കും. പരിസരത്ത് പിന്നെ ഒന്നും ഇല്ലാതാകുമ്പോൾ അടുത്ത പറമ്പിലും അതുപോലെ പാതയോരങ്ങളിലും പിന്നെ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പിലും തുടർന്ന് വയലുകളിലും അങ്ങനെ പല സ്ഥലങ്ങളിലായി മേയാൻ ഉണ്ടാക്കും. അതുവഴി നമ്മുടെ പറമ്പിലുള്ള കാട് കുറ്റിപ്പടപ്പുകളും അതുപോലെ വഴിയോരങ്ങളിലെയും പരിസരത്തെയും നമ്മൾ നടന്നു പോകുന്ന റോഡ് സൈഡിലും എല്ലാം ഈ കന്നുകാലികൾ മേഞ്ഞു കഴിയുമ്പോൾ വൃത്തിയായി കാടും പൊന്തയും ഒന്നും ഇല്ലാതെ തെളിഞ്ഞു കിടക്കും. മറ്റൊരു ഗുണം കൂടിയുള്ളത്, ഈ കന്നുകാലികൾ നടന്ന് ചവിട്ടി മെതിച്ച് പോകുമ്പോൾ ഇഴജന്തുക്കളോ മറ്റു തറയിൽ കിടക്കാൻ ചാൻസുള്ള ക്ഷുദ്രജീവികളോ ഒന്നും അവിടെ കിടക്കില്ല. അവയും ഇവരുടെ കുളമ്പടി കൊണ്ട് നടന്ന് ഇഴഞ്ഞ് മാറിപ്പോകും. അങ്ങനെ നമ്മുടെ പരിസരം നമ്മുടെ സ്വൈര ജീവിതത്തിന് വളരെ അനുകൂലമായിരുന്നു. പിന്നെ കാലാകാലങ്ങളിലായിട്ട് നമുക്ക് കിട്ടിയ വിദ്യാഭ്യാസ ഉന്നതി, സാമൂഹ്യ നിലവാരത്തിലുള്ള ഉയർച്ച, സാമ്പത്തിക വളർച്ച, സാമൂഹികമായ മാറ്റങ്ങൾ, ഇതെല്ലാം കൊണ്ടും ഇതെല്ലാം നമുക്ക് ഗുണമായി ഭവിച്ചപ്പോൾ നമ്മളൊരു സ്ഥിര വരുമാനം തേടി എവിടെയെങ്കിലും ഒരു സ്ഥിര ജോലി തേടി പോകുന്നു. അവിടെ അങ്ങ് താമസം ഉറപ്പിക്കും. പതുക്കെ അവിടെ ഒരു ചെറിയ വീട് കണ്ടെത്തും. ചെറിയൊരു സ്ഥലത്ത് താമസം ഉറപ്പിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആവശ്യമായ പറമ്പുണ്ടാകാൻ ചാൻസ് ഇല്ല. അപ്പോൾ കന്നുകാലികളോ അല്ലെങ്കിൽ കോഴിയോ പട്ടിയോ പൂച്ചയോ ഒന്നിനെയും വളർത്താനുള്ള സൗകര്യമില്ല, സമയമില്ല, സാവകാശമില്ല, അഥവാ ഇതൊക്കെ ഉണ്ടെങ്കിൽ താല്പര്യവുമില്ല. അടുക്കളയിൽ നിന്നുള്ള ഭക്ഷണാവശിഷ്ടങ്ങൾ, ഭക്ഷണ മാലിന്യങ്ങൾ തുടങ്ങിയവ പൊതിഞ്ഞുകെട്ടി അടുത്ത പറമ്പിലോ പാതയോരത്തോ വഴിവക്കിലോ നിക്ഷേപിക്കുന്നു. ഇവ തിന്നാനായി തെരുവ് പട്ടികളും മറ്റ് ക്ഷുദ്രജീവികളും വന്നെത്തുന്നു. പിന്നെ അവർ അവിടെ താമസമാക്കുന്നു. മനുഷ്യനോട് ഇണങ്ങിശീലമില്ലാത്ത തെരുവ് നായ്ക്കൾ മനുഷ്യനെ ആക്രമിക്കുന്നു. ക്ഷുദ്രജീവികൾ പെരുകുന്നത് മൂലം മനുഷ്യനുള്ള സ്വൈരവിഹാരവും ബുദ്ധിമുട്ടിലാകുന്നു. പിന്നെ കാടും പൊന്തയും പടർപ്പും വളർന്ന് പന്തലിച്ച് നിൽക്കുമ്പോൾ അതിനകത്ത് ക്ഷുദ്രജീവികളും മറ്റ് ചെറുജീവികളും വളരുന്നു. അവയെ തിന്നാൻ കുറച്ചുകൂടി വലിയ മൃഗങ്ങൾ വന്നെത്തുന്നു. ഇവയെ എല്ലാവരെയും ലക്ഷ്യമിട്ട് കാടിറങ്ങി കാട്ടുമൃഗങ്ങളും വന്യമൃഗങ്ങളും ഹിംസ്രജന്തുക്കളും വന്നെത്തുന്നു. അങ്ങനെ നമ്മുടെ പരിസരം കാടായി മാറുകയും കാട്ടിലെ ജീവികൾ ഇങ്ങോട്ട് താവളമടിക്കുകയും ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ പരിസര ശുചീകരണം പാടെ നിലയ്ക്കുന്നു. അതുമൂലം പരിസര മലിനീകരണം വർദ്ധിച്ച തോതിലുണ്ടാകുന്നു. നാം അറിയാതെ നമ്മുടെ പരിസരത്ത് നടന്നിരുന്ന പരിസര ശുചീകരണം നമ്മുടെ വളർത്തുമൃഗങ്ങളുടെ അഭാവത്തിൽ ഇന്ന് പാടെ തകിടം മറിഞ്ഞിരിക്കുന്നു.